ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പം നിങ്ങളുടെ സർക്കിളിൽ തന്നെ ബിടെക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അപ്പം അവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എന്ന് പറയുന്ന എക്സാം. ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾ ബിടെക്കിലെ ഏത് ബ്രാഞ്ചസുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യാവുന്നതാണ്, ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും PSC തുളസിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു എന്താ പറയുക, IEO എന്ന് പറയുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിനോ മെക്കാനിക്കലോ സിവിലിനോ ഒന്നും മാത്രമല്ല, എല്ലാ ബ്രാഞ്ചസുകാർക്കും ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ബിടെക് കഴിഞ്ഞവരെ സംബന്ധിച്ച് അവർ പഠിച്ച ആ ഒരു ഡിഗ്രിക്ക് അനുസരിച്ചുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് IEO എന്ന് പറയുന്നത്. ജോബ് നേച്ചർ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായി ഇൻഡസ്ട്രി പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷനാണ്. അതായത് നമുക്ക് നമ്മുടെ ഒരു ഇൻഡസ്ട്രി, വളർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രി, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്യുന്ന ഒരു ജോബാണ് IEO എന്ന് പറയുന്നത്. അതായത് ശരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്. അതായത് ഓഫീസ് ജോബ് പോലെയൊന്നുമല്ല, നമ്മൾ മടുപ്പിക്കുന്ന ഒരു ജോലിയല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ടാണ് ശരിക്കും IEO അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആക്ട് ചെയ്യുന്നത്. അതായത് അവർക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ശരിയാക്കി ആ ഇൻഡസ്ട്രി വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു ആളാണ് ഈ IEO എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഫീസിബിൾ ആണ്, അതിൻ്റെ എൻവിറോൺമെൻറ്റൽ ആസ്പെക്ട്സ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ വയബിലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർവേസ് കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ സ്റ്റഡീസുകളൊക്കെ നടത്തേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു പുതിയൊരു ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ടെക്നിക്കൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് IEOs ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് മുന്നേ അവരുടെ വേണ്ടുന്ന സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത് ഈ IEOs ആണ്. പിന്നെ അത് മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നതും IEO തന്നെയാണ്. അതേപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് MSMEs, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റേഷൻ ഇവൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ ഈ ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റേഷൻ ഇവൻറ്റ്സ് ഒക്കെ നിങ്ങൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, TV-യിലും അതേപോലെ തന്നെ വാർത്തകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത്ര കോടി 6000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇന്ന കമ്പനീസ് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന IEO പോസ്റ്റിലുള്ള ആളുകളായിരിക്കും. അതായത് വളരെയധികം വലിയ ഒരു ജോബ് തന്നെയാണ്. അതായത് ഒരിക്കലും ഇതൊരു ഓഫീസ് ജോബായിട്ട്, അതായത് ഒരു 9 to 4 ജോബായിട്ട് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്ത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ IEO പോസ്റ്റിന്റെ എക്സാം നടന്നതും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നതും അതിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതുപോലൊരു പോസ്റ്റിലേക്ക് വേക്കൻസീസ് ഒക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ വേക്കൻസീസ് കുറവായിരിക്കില്ലേ, 4-5 വേക്കൻസി ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയായിരുന്നു നിങ്ങൾക്ക് ഒരു പക്ഷേ ഉണ്ടാവുക. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 57, ഇനിയും കഴിഞ്ഞിട്ടില്ല, 2023 ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത്. ഇനി 2024 ഡിസംബർ വരെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരു 10-15 വേക്കൻസിയുടെ ഒക്കെ ഇതിലേക്ക് ആഡ് ആവാനുള്ള സാധ്യതയുണ്ട്. 2021 നമുക്ക് ലിസ്റ്റ് വന്നത്. 3 വർഷമാണ് വാലിഡിറ്റി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ 2024 ഡിസംബർ വരെ ഈ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ 57 അഡ്വൈസസ് പോയിരിക്കുന്നത്. അതൊരു നല്ല നമ്പറാണ്. അതായത് നല്ല സാലറി ഉണ്ട് ഇതിൽ. അത്യാവശ്യം സ്റ്റാർട്ടിങ് തന്നെ above 50,000 സാലറി ഉണ്ട്. നല്ല, അത് മാത്രമല്ല ഒരുപാട് നമ്മുടെ ഈ AE ജോബ് പോലെ ഒന്നും ടയർഡ് ആവുന്ന ഒരു ജോബോ അല്ലെ, റുട്ടീൻ മാറി അങ്ങനെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള റുട്ടീൻ ഒന്നും ഉള്ള ജോബല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിടെക് കഴിഞ്ഞവർക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കണം. അറിയാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രം ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ IEO എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്ക് അറിയുണ്ടാവില്ല. അതായത് ഈ IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ആളുകൾ കേൾക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നത് മാത്രം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സർക്കിളിലേക്കൊക്കെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. IEO എന്ന് പറയുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യവും അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരിലേക്കും അറിയിച്ചു കൊടുക്കുക അല്ലേ. ഇനി നമുക്ക് ഇതിന് മുന്നേ നടന്ന IEO എക്സാംസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 2010 നമ്മുടെ കയ്യിലുള്ള ഡേറ്റ പ്രകാരം അത് 2010 നോട്ടിഫിക്കേഷൻ വന്നു. 2014 ആദ്യത്തെ അഡ്വൈസ്. ഒരു പഴയ PSCയുടെ ഒരു നേച്ചർ വെച്ചിട്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് അത്യാവശ്യം നല്ലൊരു ലാഗ് വന്നിട്ടുള്ളത്. ബാക്കി എന്ന് പറഞ്ഞാൽ 2017
ഇതിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. 2018 തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ നമുക്ക് എക്സാം നടന്നു. 2021 എക്സാം നടന്നു. 2022 ഇപ്പോഴും അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ലിസ്റ്റ് നിലനിൽക്കെ തന്നെയാണ് നോട്ടിഫിക്കേഷൻ. അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ സാർ അതിൽ നമുക്കൊന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ട്രാക്ക് മനസ്സിലാവും. അതായത് ആദ്യത്തെ തവണ 2010 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 14 ആയ സമയത്താണ് അഡ്വൈസ് പോയി തുടങ്ങിയത്. എന്നാൽ 17 കേസ് നോക്കുകയാണെങ്കിൽ 18 പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് അതെന്തായി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന അഡ്വൈസുകൾ പോയി തുടങ്ങി. ഇനി ഈ അഡ്വൈസുകൾ കഴിയുന്നതിന് മുന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ഈ എക്സാം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയും അതുപോലെ തന്നെ അഡ്വൈസസ് വേഗം പോവാനും വേക്കൻസീസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ മറ്റൊരു ലിസ്റ്റിലേക്ക് അവർ പോകണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ വേക്കൻസീസ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഏപ്രിലാണ്. എക്സാം എപ്പോഴത്തേക്ക് ഉണ്ടായിരിക്കും എന്നൊന്ന് പറയാം അല്ലേ നമുക്ക്? അതെ, തീർച്ചയായിട്ടും എക്സാം ഇപ്രാവശ്യത്തെ PSC കലണ്ടറിൽ ഇത് വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു എക്സാം വന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം PSC നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് ഒരു 6 മന്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 6 മാസം ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിനനുസരിച്ച് ഇനി എന്താണ് പഠിക്കേണ്ടത്, എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സിലബസ് എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവത്തില്ല. സോ സിലബസ് ഒന്ന് നോക്കാം നമുക്ക്. സിലബസ് എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചും ഉള്ളത് കൊണ്ട് തന്നെ ബേസിക് സബ്ജക്ട്സ്, അതായത് ബേസിക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സിലബസ് ഉള്ളത്. അപ്പൊ അതിൽ ഓരോ ബ്രാഞ്ചസിലും ഈക്വൽ വെയിറ്റേജ് എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? അതായത് ഒരു ബ്രാഞ്ചിനും പ്രത്യേകിച്ചൊരു പരിഗണനയും അവിടെ ഇല്ല. അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, അതായത് നമുക്ക് മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് കുറച്ച് ടോപ്പിക്സ് കൂടി ഉണ്ട്. ശരിക്കും മാനേജ്മെന്റ് ടോപ്പിക് കുറച്ചൊക്കെ നമുക്ക് ബിടെക് സമയത്ത് പഠിക്കുന്നുണ്ട്. നമുക്കൊരു പേപ്പർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ്. മാത്രമല്ല ഈ സബ്ജക്റ്റുകളൊക്കെ ബിടെക്കിന് ബേസിക് സബ്ജക്റ്റുകളായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പേപ്പേഴ്സ്. അത് ആ ബേസിക്സ് തന്നെ ഉള്ളൂ. സിലബസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് സിവിലാണ്. സിവിൽ എടുക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഫസ്റ്റ് ഇയർ എല്ലാ ബ്രാഞ്ചുകാർക്കും ഓർമ്മയുണ്ടാവും. സിവിലിൽ നമ്മൾ പഠിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ, ഈ 3 പേപ്പേഴ്സും തന്നെ ഉള്ളൂ. അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ലാബൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത് ഒരുപക്ഷെ നിങ്ങൾ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ തിയററ്റിക്കൽ ആയിട്ടുള്ള, കാരണം പ്രത്യേകിച്ച് ഒരുപാട് ഇക്വേഷൻസുകളോ തിയറികളോ ഒന്നും വരുന്നതല്ല, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ്, എനർജി കൺവേർഷൻ ഡിവൈസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ടോപ്പിക്കുകൾ മാത്രമാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സർക്യൂട്ട്സ്, അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, 3 ഫേസ് സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, അതേപോലെ ഇലക്ട്രിക്കൽ മെഷീൻസ്, ഈ ഒരു ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അത് ഒരുപാട് ഡെപ്തിലൊന്നും ഇവിടെ വന്നിട്ടില്ല. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. മാത്രമല്ല ഒരു +2 ബേസിലുള്ള ഒരാളാണെങ്കിൽ +1 +2 കാലഘട്ടത്തിൽ അവർ പക്ഷേ ടോപ്പിക്കൽ പലതും അവർ ഫെമിലർ ആയിരിക്കും. ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെങ്കിലും സർക്യൂട്ട് ആണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ 3 ഫേസ് സിസ്റ്റവും ജനറേഷൻ ഓഫ് പവറും മെഷീൻസും മാത്രമാണ് പുതുതായിട്ട് പഠിക്കുന്നത്. അടുത്ത നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതിനകത്ത് നമുക്ക് റെസിസ്റ്റർ, ഇൻഡക്ടർ, സാർ പറഞ്ഞ പോലെ PN ജംഗ്ഷൻ ഡയോഡും സെനർ ഡയോഡും ഒക്കെ നമ്മൾ +2 ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് സ്വിച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ കൺട്രോളേഴ്സ്, ഇതൊക്കെയാണ് ചിലപ്പം എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നത്. പിന്നെ നമുക്കുള്ള കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസും നമ്മൾ ബിടെക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അതും ഈ ടോപ്പിക്കുകൾ കാണുമ്പോൾ കുറച്ചധികം ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അസംബ്ലി ലാംഗ്വേജ്, അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജ്, ഇതൊക്കെ +2 ലെവലിൽ എനിക്ക് തോന്നുന്നു പഠിക്കുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ. അപ്പൊ ബാക്കി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ പഠിച്ചിട്ടുണ്ടാവില്ല. അതെ, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് എന്താ പറയാ, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല ഈ എക്സാമിന് വന്നിട്ടുള്ളത്. അതായത് ഈ ഏരിയകളൊക്കെ നമുക്ക് കവർ ചെയ്ത്, പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാണ്, ഇത് ഡിഫറെന്റ് ബ്രാഞ്ചസിലുള്ള എക്സാംസുകളിലെ ടോപ്പിക്കുകളൊക്കെ വരുന്നത് കൊണ്ട് സെൽഫ് പ്രിപ്പറേഷൻ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ട് ആണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ എൻട്രയുടെ കോഴ്സിന്റെ ഒരു വെയിറ്റേജ് വരുന്നത്. എന്താണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു
പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു ഇതല്ല. അതായത് നമുക്ക് ടെക്നിക്കൽ എടുത്താലും നോൺ ടെക്നിക്കൽ എടുത്താലും അതുപോലെ തന്നെ SSC എടുത്താലും എല്ലായിടും നമുക്ക് കോച്ചിങ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രാഞ്ചസ് ഇപ്പോൾ നമ്മൾ ടെക്നിക്കലിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ഇന്റർവ്യൂവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ശരിക്കും ഇപ്പൊ സിവിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്മൂമീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക, ഇലക്ട്രിക്കലിൽ ഞങ്ങളുടെ ടീമായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക, അതേപോലെ തന്നെ മെക്കാനിക്കൽ റിയാസാന്റെ നേതൃത്വത്തിലായിരിക്കും ക്ലാസ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതും 1-2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കൊറോണയുടെ മുന്നേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. 4 ഇയേഴ്സിന്റെ മുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മാത്രമല്ല റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രൂവൺ ആയിട്ട് റിസൾട്ട്സ് കാണിക്കാനുണ്ട്. ഫാക്കൽറ്റീസും അതേപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് എക്സാംസുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസും ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഞങ്ങൾ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട്. അതായത് വളരെ സിമ്പിൾ. ഇപ്പം നിങ്ങളൊരു ബേസിക് ആയിട്ട് വേറൊരു ബ്രാഞ്ചിന്റെ സബ്ജക്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ അത് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ പറ്റില്ല. മാത്രമല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിൽ കൊണ്ടുവന്ന് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മളെ പാനൽ ഓഫ് ടീച്ചേഴ്സ് റെഡിയാണ്. അപ്പം IO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക്. മാക്സിമം ഷെയർ ചെയ്തെടുക്കുക. കാരണം ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു ബിടെക്കാർ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം അത്രയും പോപ്പുലർ ആണ് ബിടെക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും എന്താണ് അത് അവർ മിസ്സായി പോയത്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ ബിടെക് കഴിഞ്ഞ സമയത്തൊന്നും കേട്ടിട്ട് പോലും ഇല്ല പോസ്റ്റ്. കാരണം അന്ന് അത്രത്തോളം യൂട്യൂബ് കാര്യങ്ങളൊന്നും അത്രത്തോളം സജീവമല്ല. ഇപ്പോഴാണ് യൂട്യൂബും ചാനലുകളും ഒക്കെ സജീവമായപ്പോഴാണ് ഇതുപോലുള്ള ഒരുപാട് പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾ അറിയാൻ തുടങ്ങുന്നത്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. നമ്മളൊരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും വൈസായിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങളെ ബ്രാഞ്ചിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആവേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, അതെ, ബേസിക്സ് എല്ലാ ബ്രാഞ്ചും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വെയിറ്റ് ഇപ്പം നിങ്ങൾ വിചാരിക്കും എപ്പോഴും എക്സാം നടക്കുന്നവർക്ക് വെയിറ്റ്, അങ്ങനെയൊന്നും ഇല്ല. ഒരു ബ്രാഞ്ചിനും ഇവിടെ വെയിറ്റേജ് ഇല്ല. എല്ലാവർക്കും 20 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റും അവരവരെ ബ്രാഞ്ചിൽ നിന്ന്. ബാക്കി നമ്മൾ മറ്റ് ബ്രാഞ്ചസ് എങ്ങനെ പഠിക്കുന്നു അതുപോലെ ഇരിക്കും. അപ്പോൾ ചില സാധാരണ PSC എക്സാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ സ്ഥിരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. സിവിൽ ആണെങ്കിൽ സിവിൽ അതേപോലെ സ്കോർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്ജക്റ്റിൽ സ്ട്രോങ് ആയിരിക്കും. അത് കാരണം അത് വർഷങ്ങളായിട്ട് ഒരു സബ്ജക്ട് മാത്രം പഠിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷേ ഈ എക്സാമിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇവിടെ ആർക്കും വെയിറ്റേജ് ഇല്ല. ആര് പ്രിപ്പയർ ചെയ്യുന്നു അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുക. അവർക്ക് തന്നെ പിന്നെ റാങ്ക് ലിസ്റ്റിൽ മുന്നേ വന്നുള്ള ഗുണം എന്ന് വെച്ചാൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് നടക്കണ്ട. ആ ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് അഡ്വൈസ് കിട്ടിക്കോളും. അപ്പൊ ഈ ഒരു IO പോസ്റ്റിനെ കുറിച്ച് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ചു തുടങ്ങണം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ വിജയാശംസകൾ നേർന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ, അതായത് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിനെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ളവർക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.